അറിയാൻ വയ്യാത്ത ഒരു കാലഘട്ടം. ഒരു 20 കാണുമെന്ന് സർക്കാർ അങ്ങോട്ട് മിനിസ്റ്റർ, ഫൈനാൻസ് മിനിസ്റ്റർ, ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, 20 കാണുമോന്ന് ചോദിച്ചപ്പോ അപ്പോഴേ കച്ചവടക്കാർക്ക് ചിലർക്ക് തോന്നി ഈ സോൾഡിംഗ് ആണല്ലോ ഇതിനകത്ത് കുഴപ്പക്കാരൻ എന്നാൽ ഈ സോൾഡിംഗ് ഒഴിവാക്കി ഈ ബോഡി തന്നെ മെൽറ്റ് ചെയ്യുമ്പോൾ കിട്ടണം. അതിനെന്ത് ചെയ്യണമെന്നുള്ളത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഉണർവും അതേപോലെ ICM കൂടി കണ്ടക്ട് ചെയ്യുന്ന ഈ ട്രെയിനിൽ പങ്കെടുക്കുന്നത്. വളരെ മികച്ചൊരു ട്രെയിനിങ് സെക്ഷനായിരുന്നു. നമുക്ക് സ്വർണ്ണത്തെ പറ്റി കൂടുതൽ അറിയാനും എങ്ങനെയാണ് ഇതിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നതും പലതരത്തിലുള്ള സ്വർണ്ണത്തിൻ്റെ ഇവിടെ ഘടനകളെ പറ്റിയും അറിയാൻ നമുക്ക് സാധിച്ചു. പ്രയോജനകരമായിരുന്നു, ഗുണകരമായിരുന്നു. ഇനി കുറേയൊക്കെ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ കിട്ടിയ ക്ലാസ് വളരെ ഗുണകരമായി അതെൻ്റെ പ്രൊഫഷനെ കുറേ കൂടി മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ICM-നും അതുപോലെ തന്നെ ഉണർവ് കൺസൾട്ടൻസിക്കും എൻ്റെ സ്നേഹോഷ്മളമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്രത്തോളം നല്ലൊരു ക്ലാസ്സാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പഴനിസാറിൻ്റെ ക്ലാസ് കേട്ടപ്പോഴാണ് ഇത്രയും ഞങ്ങൾ ഗോൾഡ് സ്മിത്താണ്, പക്ഷെ എന്നാലും ഇത് കൂടുതൽ ശാസ്ത്രീയപരമായിട്ട് മനസ്സിലാക്കിയത് ഈ ക്ലാസ് കേട്ട പിന്നെയാണ്. അതിനു മുമ്പ് നമ്മൾ പഴയ രീതിയിലുള്ള ആ ഒരു അറിവ് മാത്രമേ ഇതിനകത്ത് കുറിച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പം അത്
കുറേ കൂടി നമുക്ക് ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ചുള്ള ആ ഒരു മാറ്റം വന്നത് ഈ ക്ലാസ് കേട്ടേ പിന്നെയാണ്. തിയറി ക്ലാസ് ആയിരുന്നു. ഇതുവരെ കിട്ടാത്ത ഒരു തിയറി ക്ലാസ്സാണ് ഗോൾഡിൻ്റെന്. നമ്മൾ മുന്നേ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ക്ലാസ്സിലെല്ലാം പ്രാക്ടിക്കൽ സെഷനായിരുന്നു അധികം. ഇത് ഒരു ദിവസം ഫുള്ളായിട്ട് ഗോൾഡിൻ്റെ തിയറി ക്ലാസ്, അതിൻ്റെ ഹിസ്റ്ററി തൊട്ട് നമുക്ക് ഒരു സംഘത്തിലേക്ക് ഒരു കസ്റ്റമർ ഗോൾഡായിട്ട് വന്ന് കയറി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും A to Z നമ്മളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരികയും പ്രാക്ടിക്കൽ ടെസ്റ്റിലൂടെ അതിൻ്റെ പ്യൂരിറ്റി, ക്യാരറ്റ് അതെങ്ങനെ അനലൈസ് ചെയ്യാം, അതിനുശേഷം അതെങ്ങനെ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ എത്ര വരെ അതിൻ്റെ വാല്യൂ നമ്മൾ ചെയ്യണമെന്നുള്ള കാൽക്കുലേഷൻ, അത് പ്രാക്ടിക്കലായിട്ടുള്ള ടെസ്റ്റുകൾ, പിന്നെ വിഷ്വൽ ടെസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഗോൾഡാണോ ഫേക്ക് ഗോൾഡാണോ എന്ന് കണ്ടുപിടിക്കുക, ആസിഡ് ടെസ്റ്റ് നടത്തി എങ്ങനെ അത് കണ്ടുപിടിക്കാം. ഈ രീതിയിലുള്ള എല്ലാ ക്ലാസ്സുകളും വളരെ വൃത്തിയായിട്ട് ചെയ്തു തന്നു. ബാങ്കിൻ്റെ അകത്ത് ഒരുപാട് വർഷങ്ങളായി ഗോൾഡ് പണയപ്പെടുത്തി കസ്റ്റമേഴ്സിന് പണം കൊടുക്കുന്ന ഒരു പ്രക്രിയ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോച്ചിങ് സഹകരണ മേഖലയിൽ ഗോൾഡുമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെ ആവശ്യകത ഉള്ളതാണ്. പൊതുവെ ഗോൾഡും അതോടൊപ്പം തന്നെ 1 ഗ്രാം ഗോൾഡ്, അതുപോലെ തന്നെ മുക്കുമണ്ണങ്ങൾ, ഇതൊക്കെ പണയം വയ്ക്കാൻ വരുന്ന ആളുകളുടെ കയ്യിൽ ചിലപ്പോൾ അവരറിയാതെയായിരിക്കാം, ചിലപ്പോൾ അറിഞ്ഞിട്ട് തന്നെ സഹകരണ ബാങ്കുകളിലും മറ്റു ബാങ്കുകളിലും പണയം വയ്ക്കുന്നതിനായിട്ട് വരാറുണ്ട്. അപ്പോൾ പ്യുവർ ഗോൾഡ് എങ്ങനെ കണ്ടെത്തി നമുക്ക് അവർക്ക് ലോൺ കൊടുക്കാൻ സാധിക്കുമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ക്ലാസ് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് നമ്മളെ ഗോൾഡ് എന്താണ്, ഈ അലോയി എന്ന പദം ഇപ്പോൾ ഇതിൽ വന്ന പിന്നെയാണ് ഞാൻ കേട്ടത്. അലോയി എന്നുണ്ട്. അപ്പോൾ നമ്മൾ കേൾക്കാത്ത പല പദങ്ങളും ആചാര്യ സാറ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പകർന്നു തന്നു. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് നമ്മളെ ഗോൾഡ് എന്താണെന്ന് പഠിപ്പിച്ച ഉണർവും അതുപോലെ തന്നെ ICM-ഉം ഒരുമിച്ച് നടത്തിയ ഈ പരിശീലന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു ഗോൾഡ് വരുമ്പോൾ, ഞാൻ 11 വർഷമായി ഈ മേഖലയിലുള്ളതാണ്, അക്കൗണ്ടൻ്റ് ആണ്. പക്ഷെ നമുക്കൊരു ഗോൾഡ് വരുമ്പോൾ ഇപ്പം അത് കയ്യിലെടുത്ത് ഈ ഉള്ളം കയ്യിലിട്ട് നോക്കുക എന്നുള്ളത് ഇവിടെ സാർ പറഞ്ഞപ്പോഴാണ് എനിക്കൊക്കെ മനസ്സിലായത്. ഇത്ര നാളും നമ്മൾ ഗോൾഡ് വരുന്നു, ലെൻസ് വെച്ച് നോക്കുന്നു, 916 ഉണ്ടോ നോക്കുന്നു, ഹോൾമാർക്ക് ഉണ്ടോ നോക്കുന്നു, നമ്മളത് പിടിക്കുന്നു, അതിൻ്റെ ഒത്ത മൂല്യത്തിനുള്ള പൈസ നമ്മൾ കൊടുക്കുന്നു. പക്ഷെ കുറേ കാര്യങ്ങൾ സാർ നമുക്ക് തിയറിയിലൂടെയും പ്രാക്ടിക്കലിലൂടെയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിന് എൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും ഞാൻ ഉണർവ് കോപ്പറേറ്റീവ് കൺസൾട്ടൻസിക്കും പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ ICM-ക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഞങ്ങൾക്ക് തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.